ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മോചനമതിനായി പാപികളെ വരുവീൻ, യാചിപ്പീൻ, മുട്ടുന്നോർക്ക് തുറന്നിടുമേ നാഥൻ തൻ വാതിൽ, യാചിക്കുന്നോൻ പ്രാപിക്കൂ, അന്വേഷിപ്പോൻ കൈക്കൊള്ളും. ശുദ്ധമുള്ള പിതാക്കന്മാർ ഈ ഗീതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള 2-3 പദങ്ങൾ. ഒന്ന്, പാപികൾ ഇല്ലാതായിരിക്കുന്നു. വാതിൽ തുറന്നു കിട്ടുവാൻ വേണ്ടി മുട്ടുന്നവർ ഇല്ലാതായിരിക്കുന്നു. യാചനാസ്വരത്തിൽ യാചിക്കുന്നവർ ഇല്ലാതായിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹൂസോയോ എന്ന് പറയുന്ന പ്രഹസനത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. സഭയിൽ 7 കൂദാശകളിൽ 5-ാമത്തെ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പാപത്തിൻ്റെ വ്രണങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ക്രൈസ്തവ സഭയിലെ 1-2 ചിന്തകന്മാർ എഴുതിയിരിക്കുന്നത് പരിശുദ്ധ മാമോദീസായും പരിശുദ്ധ കുമ്പസാരവും മരിച്ചവരുടെ കൂദാശ എന്നാണ്. അപ്പോൾ പാപത്തിൽ മരിച്ച ആത്മാക്കളെ ശുദ്ധീകരണ വരപ്രസാദത്തിലേക്ക് നയിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം. അതുകൊണ്ടാണ് ഈ കൂദാശയെ ചില ചിന്തകന്മാർ മരിച്ചവരുടെ കൂദാശ എന്ന് വിളിക്കുവാൻ കാരണമായത്. അപ്പോൾ നമ്മുടെ ആത്മാവിന് ഭക്ഷണം നൽകുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഈ കൂദാശ തിരുസഭയിൽ അന്യം നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സഭയിൽ പള്ളികളിൽ നിലവിൽ കണ്ടുവരുന്നത്. അപ്പോൾ ദിവ്യ രക്ഷകനായ കർത്താവായ യേശു സ്ഥാപിച്ച 7 കൂദാശകളിൽ പരിശുദ്ധ കുർബാന പോലെ കൂടെ സ്വീകരിക്കാവുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുക, പാപം ഏറ്റുപറയുക, പാപമോചനം പ്രാപിക്കുക എന്നതാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. കുമ്പസാര ക്രമത്തിൽ 2 വാക്കുകൾ ശ്രദ്ധേയമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് മൗദ്യോനോസ് പ്രാർത്ഥന, 2 ഹൂസോയോ. അപ്പോൾ മൗദ്യോനോസ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലിനെ കുറിച്ചാണെന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുമ്പോൾ, ഹൂസോയോ എന്ന വാക്കിൻ്റെ അർത്ഥം പാപമോചനം എന്നാണ്. അപ്പോൾ വിശുദ്ധ കുമ്പസാരത്തിന് മുമ്പ് കുമ്പസാരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥി നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് മൗദ്യോനോസ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ ഉള്ളടക്കം കുമ്പസാരിപ്പിക്കുന്ന പുരോഹിതനെ കർത്താവായ യേശുവിൻ്റെ പ്രതീകമായിട്ട് കണ്ടുകൊണ്ട് ആ പുരോഹിതൻ്റെ തിരുസന്നിധിയിൽ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നതുമായി ബന്ധപ്പെട്ട് മാനസികമായി മനസ്തപിച്ച് ഒരുങ്ങുന്ന ആ അവസ്ഥയാണ് മൗദ്യോനോസ് പ്രാർത്ഥന എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുക, പാപം ഏറ്റുപറയുക, പാപമോചനം പ്രാപിക്കുക എന്നതാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ഘടകങ്ങളെങ്കിൽ ഇന്ന് ഏറ്റുപറച്ചിൽ ഇല്ലാതായിരിക്കുന്നു.
മനസ്തപിക്കുന്ന ആ ഒരു പ്രക്രിയ ഇല്ലാതായിരിക്കുന്നു. ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ വിശുദ്ധ കുമ്പസാരം നടത്തിയതിന് ശേഷം, ഏറ്റ് പറഞ്ഞതിന് ശേഷം പുരോഹിതൻ ആ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് പാപമോചനം നൽകുന്ന പ്രാർത്ഥന മാത്രമായി, അതായത് ഊസോയോ മാത്രമായി കുമ്പസാരം അധപ്പതിച്ചിരിക്കുന്ന ഈ നവകാലഘട്ടത്തിൽ ആ കുമ്പസാരം എന്ന് പറയുന്ന ആ ഒരു ദിവ്യമായ ഔഷധം, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം മാത്രമല്ല, അതിനായി ചികിത്സ നൽകുന്ന ഈ കൂദാശയെ വീണ്ടെടുക്കേണ്ട സമയം അതിക്രമിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദുരവസ്ഥ ഇന്ന് പള്ളികളിൽ പ്രചാരം പ്രാപിച്ചിരിക്കുകയാണ്. ഊസോയോ എന്ന് പറയുന്നത് കേവലം പ്രഹസനമായി മാറിക്കഴിഞ്ഞു. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വൈദികൻ 10-40 വ്യക്തികൾക്കാണ്, വിശ്വാസിനികൾക്കാണ് 5 മിനിറ്റിനകം ഊസോയോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഊസോയോ എന്ന് പറയുന്ന ഈ പാപമോചന പ്രാർത്ഥന ഒരു പ്രഹസനമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഊസോയോ നിർത്തലാക്കിയിട്ട് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ആ പ്രസക്തി വീണ്ടെടുക്കുവാനുള്ള ശക്തമായ നടപടിക്രമങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പരിതാപകരമായൊരവസ്ഥ ഇന്ന് നിലവിൽ നിലനിൽക്കുകയാണ്. പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് ഭക്തി കൃത്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് കുമ്പസാരിച്ച വ്യക്തി ദൈവത്തോട് രമ്യപ്പെടുന്നത്. അപ്പോൾ കുമ്പസാരത്തിന് മറ്റൊരു പേര് വേദപുസ്തക പണ്ഡിതന്മാർ നൽകിയിരിക്കുന്നത്, വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാനുള്ള ഏക കൂദാശ എന്ന് പറയുന്നത് വിശുദ്ധ കുമ്പസാരമാണ്. അപ്പോൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഊസോയോ കൊടുക്കുന്നതും ആ ഊസോയോ പ്രാപിക്കുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് സഭാജീവിതം നയിക്കുന്ന നമ്മളെല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ വിശുദ്ധ കുമ്പസാരം നടത്താതെ ഊസോയോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും വിശുദ്ധ കുമ്പസാരം നടത്താൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ വായിച്ച് മനസ്സിലാക്കേണ്ട 2 വേദഭാഗങ്ങൾ തിരുവചന ഭാഗത്ത് കാണാം. പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 8, 9, 10 വാക്യങ്ങളും അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ആ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 27, 28, 29, 30 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ കുമ്പസാരം നടത്തുന്നവരും നടത്താതെ നിത്യേന ഒരു തമാശയായിട്ട് ഊസോയോ പ്രാപിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരും വായിച്ച് മനസ്സിലാക്കേണ്ട 2 വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. 1 യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 8, 9, 10 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 27, 28, 29, 30 വരെയുള്ള വാക്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് നമ്മോട് പറയുകയാണ്. വിശുദ്ധ സഭ ആഹ്വാനം ചെയ്തിരിക്കുന്ന അനുശാസനങ്ങൾ അനുസരിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നില്ല എങ്കിൽ ദൈവദോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതകളേറെയാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിത്യേന കുർബാന അനുഭവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഊസോയോ എന്ന് പറയുന്ന പ്രഹസനം അവസാനിപ്പിക്കുകയും
സത്യ കുമ്പസാരത്തിന് വിശ്വാസികൾ തയ്യാറാവുകയും അല്ലെങ്കിൽ സത്യ കുമ്പസാരത്തിന് സഭാവിശ്വാസികളെ സഭ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നില്ല എങ്കിൽ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ തന്നെ നമ്മുടെ തിരുസഭയിൽ ഇല്ലാതാകും. എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.